ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. എന്നിട്ട് ലൈക്ക് അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ നമ്മുടെ ശ്രുതി പെട്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് വെച്ചിട്ടുണ്ടെ ഭയങ്കരമായിട്ട് പെട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെ നമ്മുടെ നവീൻ ദാസിന്റെ ശല്യം കാരണം പൈസ കയ്യിൽ നിന്ന് കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ ആന്റണിയോട് ഇതൊക്കെ പറഞ്ഞത്. ഏതായാലും ആന്റണി അതിനേക്കാളും വലിയൊരു കുരുക്കാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പൊ നവീൻ ദാസിനും പൈസ കൊടുക്കണം, ആന്റണിക്കും പൈസ കൊടുക്കണം, ആ ഒരു അവസ്ഥയാ. പിന്നെ കള്ളിയാണല്ലോ, പെരുങ്കള്ളി ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പം കള്ളത്തരം മറച്ചു വെക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇനി പറയേണ്ടി വരും. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ നമ്മുടെ സച്ചി രേവതി വക്കീലിനെ കണ്ടിട്ട് തിരിച്ചു നേരെ രവീന്ദ്രന്റെ അടുത്തേക്ക് പോകുന്നതാണല്ലോ ഇന്നത്തെ ലാസ്റ്റ് സീന്. അങ്ങനെ വക്കീലിനെ കണ്ട് രവീന്ദ്രന്റെ അടുത്തേക്ക് പോകണം. അപ്പൊ വക്കീലും പറഞ്ഞായിരുന്നല്ലോ, ഏതായാലും ഒരു കാര്യം ചെയ്യുക, ആ സ്ത്രീ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ആ സ്ത്രീ ആര് പറഞ്ഞാലാണോ അനുസരിക്കുന്നത് ഒന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞു. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞാലേ പിന്നെ നമ്മുടെ ചന്ദ്ര ഇച്ചിരിയെങ്കിലും അനുസരിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നേരെ നമ്മുടെ രവീന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുന്ന ഒരു സീനാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ രവീന്ദ്രന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഈ സീൻ ഞാൻ ഇന്നലെ പറഞ്ഞതായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒത്തിരി ഞാൻ വലിച്ചു നീട്ടി പറയുന്നില്ല കേട്ടോ. ഈ സീൻ ഇന്നലെ പറഞ്ഞായിരുന്നു, പക്ഷെ ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ കയറി വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ രവീന്ദ്രന്റെ അടുത്ത് ചെന്നിട്ട് രവീന്ദ്രനോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് സച്ചി. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, എടാ അതെങ്ങനെയാടാ ശരിയാകുന്നത്? അവൻ ചെയ്തത് കള്ളത്തരം തന്നെയാ. നിന്റെ ഭാര്യയുടെ അനിയനാണ്, അതൊക്കെ എനിക്കറിയാം. എനിക്ക് രേവതി അത്ര പ്രിയപ്പെട്ട മരുമകളാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ അവൻ ചെയ്ത തെറ്റല്ലാതാവോ? അപ്പൊ ഇത് നമ്മുടെ സുധിയും കൂടെ കേട്ടു. സുധിയാണെങ്കിൽ എന്തെങ്കിലും കേൾക്കാൻ നോക്കിയിരിക്കുകയാണല്ലോ. സുധി ഇങ്ങ് വന്നിട്ട്, ഓഹോ അച്ഛനപ്പം ഇവന്റെ സൈഡിൽ നിൽക്കാൻ പോവാണോ? എന്റെ പൊന്നച്ഛൻ അങ്ങനെ നിൽക്കരുത് കേട്ടോ. പേരും കള്ളനാ അവൻ പേരും കള്ളനായതുകൊണ്ട് അവൻ ജയിലിൽ തന്നെയല്ലേ കിടക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, ദേ യോഗ്യത ഉള്ളവരെ പറഞ്ഞാൽ കുഴപ്പമില്ല, യോഗ്യത ഇല്ലാത്ത സുധി നീ പറയരുത്. നീ സ്വന്തം അച്ഛന്റെ 50 ലക്ഷം രൂപ കട്ടെടുത്തോണ്ട് പോയതല്ലേടാ, എന്നിട്ട് കണ്ടവൾമാർക്ക് കൊണ്ട് കൊടുത്തല്ലേടാ എന്ന് പറയുമ്പോ, ഓ പിന്നെ അതെന്റെ സ്വന്തം അച്ഛന്റെ പൈസയല്ലേ, അല്ലാതെ ഞാൻ മറ്റുള്ളവരുടെ ഒന്നും അല്ലല്ലോ കക്കാൻ പോയത് എന്ന് പറഞ്ഞ് നമ്മുടെ സുധി അവിടെ ന്യായീകരിക്കുകയാണ്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, നിർത്ത് സുധി, നീ ന്യായീകരിക്കൊന്നും വേണ്ട. കട്ടത് അച്ഛന്റെ ആണേലും പുറത്തുള്ളവരുടെ ആണേലും മോഷണം തന്നെയല്ലേ, അതുകൊണ്ട് നീ കൂടുതൽ ന്യായീകരിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോ, ഓ അച്ഛനിപ്പോ സച്ചിയുടെ സൈഡായോ? ഞാൻ ആരുടെയും സൈഡ് നിന്നൊന്നും അല്ല സുധി സംസാരിക്കുന്നത്. ഏതായാലും സച്ചി, അവനെ വെളിയിലിറക്കാൻ ചന്ദ്രയോട് പറയാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. കാരണം അവളുടെ സ്വഭാവം നിനക്ക് അറിയത്തില്ലേ, അവൾ ഇറക്കത്തുമില്ല. ഇതൊക്കെ നോക്കി കണ്ടൊക്കെ നേരത്തെ ചെയ്യേണ്ട കാര്യമല്ലേ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ രേവതി മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ പ്ലീസ് അച്ഛാ, അവന്റെ ഭാവി, അവന്റെ പരീക്ഷ ഒന്ന് ഓർത്തു നോക്കിയേ. ഞങ്ങളുടെ കുടുംബത്തിൽ വേറെ ആരും ഇല്ല അച്ഛാ. ഇനിയിപ്പം അവൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ എന്റെ അമ്മയും കൂടെ ആത്മഹത്യയിലേക്ക് പോവുകയുള്ളൂ. അതൊന്നും കണ്ടു നിൽക്കാനുള്ള ശേഷി എനിക്കോ ദേവനൊന്നും ഇല്ല. അതുകൊണ്ടാ പറഞ്ഞത്. അച്ഛാ പ്ലീസ് അച്ഛാ ഒരു കാര്യം ചെയ്യാം. അവന് ജയിലിൽ പോകാതെ വേറെ എന്ത് വേണമെങ്കിലും പ്രായച്ചിത്ത് അവനെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യിപ്പിക്കാം. പക്ഷെ അവരെ ജയിലിലേക്ക് പറഞ്ഞയക്കരുത് അച്ഛാ, അവന്റെ ഭാവി പോകും അച്ഛാ. എങ്ങനെയൊക്കെയോ സച്ചേട്ടനും ഞാനും കൂടെ അവന് പരീക്ഷ എഴുതാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി കൊടുത്തത്. അപ്പൊ ഇനിയിപ്പം അവന് ജയിലിലും കൂടെ പോവുകയാണെങ്കിൽ താങ്ങാൻ പറ്റില്ല ഞങ്ങളുടെ അമ്മയ്ക്ക്. അച്ഛനോ ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ അമ്മയും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ആരാ അച്ഛാ ഞങ്ങൾക്കുള്ളത് എന്നൊക്കെ ചോദിച്ചു ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രന്റെ മനസ്സ് കുറച്ച് അലിയാണ്. രവീന്ദ്രൻ പറയാണ്, മോളെ രേവതി നീ കരയണ്ട. ഒരിക്കലും നിന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല ഞാന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഞാൻ പണ്ട് മുതലേ ന്യായത്തിന്റെ കൂടെ നിൽക്കുന്ന ആള് തന്നെയാ. അപ്പം ശരത്ത് ചെയ്തത് ഒരിക്കലും ശരിയല്ലല്ലോ, അതുകൊണ്ടായിരുന്നു. ഇനിയിപ്പം എന്താ ചെയ്യുക? ഏതായാലും നിന്റെ അനിയന്റെ ഭാവി ഇനിയിപ്പോ ചന്ദ്രയുടെ കയ്യിലും എന്റെ കയ്യിലൊക്കെ ആണെങ്കിൽ കണ്ണടച്ച് കളയാം, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഏതായാലും തെറ്റ് തന്നെയാണ്, അതിനൊരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല. പക്ഷെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഞാനൊന്ന് പോട്ടെ, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഏതായാലും നോക്കാന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയൊക്കെയോ നമ്മുടെ രവീന്ദ്രൻ സമ്മതിക്കാണ് കേട്ടോ. രവീന്ദ്രൻ സമ്മതിച്ചെങ്കിലും ശ്രുതിക്ക് അത് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ശ്രുതിയാണെങ്കിൽ ഈ കാര്യം ശ്രുതിയോട് ചെന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രനെയും ഭാമേനെയാണ്. അപ്പൊ ചന്ദ്രയും ഭാമയും ഇരുന്ന് സംസാരിക്കുകയാണ്. ചന്ദ്രയ്ക്കാണെങ്കിൽ ഭയങ്കര മൂടൗട്ടെ. ചന്ദ്രയ്ക്കൊരു എന്താ പറയുക, ഒരു സുഖമില്ല. ഏതായാലും സ്വന്തം വീട്ടിന്റെ അത്രയും സുഖം കൂട്ടുകാരിയുടെ വീട്ടിൽ ചെന്നാൽ കിട്ടില്ലല്ലോ. അപ്പൊ അവിടെ ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ രവീന്ദ്രന്റെ കാര്യം പറയും. എനിക്ക് രവിയേട്ടനെ കാണാതെ ഉറക്കം വരുന്നില്ല, എനിക്ക് രവിയേട്ടൻ ഇല്ലാതെ ഉണ്ണാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോ, നിനക്ക് നിന്റെ കെട്ടിയവരോട് ഇത്ര സ്നേഹമുണ്ടോ? അത് പിന്നെ സ്നേഹം ഇല്ലാതെ ഇരിക്കുവോടി? ഞാൻ ഇത്ര 30 വർഷമായില്ലേ, എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊന്നും നിന്നിട്ടൊന്നും ഇല്ല. എനിക്ക് രവിയേട്ടൻ എന്ന് വെച്ചാൽ ജീവൻ തന്നെയാ. ഓഹോ, അപ്പൊ നീ പുറത്ത് കാണിക്കുന്ന ആ ഒരു ഗുസ്തിയൊക്കെ അല്ലേ ഉള്ളൂ അല്ലേ? അപ്പൊ നിന്റെ മനസ്സിൽ രവിയേട്ടനോട് ഭയങ്കര സ്നേഹം അല്ലേന്ന് പറയുമ്പോ പിന്നെ എന്റെ ഭർത്താവല്ലേ, എനിക്ക് പിന്നെ സ്നേഹം ഇല്ലാതിരിക്കുവോ? പിന്നെ അദ്ദേഹം ഓരോന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയും. ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നല്ലേ, എന്തൊക്കെ പറഞ്ഞാലും രവിയേട്ടൻ എന്നെ അത്രയ്ക്ക് കാര്യമാടി, അതെനിക്കറിയാം.
എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഭാമയും പറയുന്നുണ്ട്, ഏതായാലും നീ മസിൽ പിടിച്ച് ഒത്തിരി നാളെ നിൽക്കുമെന്നും വേണ്ട, ഒരു കാര്യം ചെയ്യും, നിനക്ക് രവീന്ദ്രനെ കാണാൻ പറ്റത്തില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്ത് നീ പോകാൻ പറയുമ്പോൾ, ഓ പിന്നെ അങ്ങനെ ഞാൻ പോകത്തൊന്നുമില്ല, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്നും ശരിയാവത്തൊന്നുമില്ല, എന്റെ വിഷമമൊക്കെ ഞാൻ മനസ്സിലൊക്കെ ഒന്ന് വെച്ചേക്കും, എന്നാലും അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ലെന്ന് പറയാം. ഈ ഒരു സമയത്ത് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രവീന്ദ്രൻ വരുന്നത്. അപ്പൊ രവീന്ദ്രൻ നേരെ കയറി വരികയാണ് ഭാമയുടെ വീട്ടിലേക്ക്. അപ്പൊ രവീന്ദ്രൻ വന്നതും നമ്മുടെ ഭാമ പറഞ്ഞു, ഇതേ 100 ആയുസാണല്ലോ രവിയേട്ടനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞപ്പം ആണോ എന്ന് രവീന്ദ്രൻ. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ചോദിച്ചു, എന്ത് പറ്റി ഇങ്ങോട്ടേക്ക് വന്നത്? എനിക്കറിയായിരുന്നു രവിയേട്ടൻ വരുന്നു, കേറി വാന്ന് പറഞ്ഞു. അപ്പം ഭാമ ഇവര് സംസാരിക്കുന്ന സമയത്ത് ഭാമ അങ്ങ് ഒഴിഞ്ഞു മാറാന്ന് ഓർത്തുകൊണ്ട്, ഭാര്യയും ഭർത്താവല്ലേ, ഭാമ അങ്ങ് ഒഴിഞ്ഞു മാറാന്ന് ഓർത്തുകൊണ്ട് ഭാമ പറഞ്ഞു, ഒരു കാര്യം ചെയ്യട്ടെ രവിയേട്ടൻ, എനിക്ക് കടയിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്, ഞാൻ അങ്ങ് പോവാ, നിങ്ങൾ ഇരുന്ന് സംസാരിക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ ഭാമ അങ്ങോട്ട് പതുക്കെ അങ്ങ് ഒഴിഞ്ഞു മാറി പോവാണ്. അങ്ങനെ രവീന്ദ്രൻ അവിടെ വന്നിരുന്നു. നമ്മുടെ ചന്ദ്രയോട് രവീന്ദ്രൻ ചോദിച്ചു, എങ്ങനെയുണ്ട് നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എന്ത് സുഖം, സുഖത്തിന് എനിക്ക് ഇവിടെ കുറവൊന്നുമില്ല, പിന്നെന്താ ഇപ്പം രവിയേട്ടൻ വരാൻ കാരണം എന്താ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, ഞാൻ വരാൻ കാരണം വേറെ ഒന്നുമല്ല, എന്താ എന്നെ കാണാൻ വന്നാണോ? രവിയേട്ടൻ കണ്ടിട്ട് യാതൊരു പ്രയോജനവും ഇല്ല, ഞാൻ അങ്ങോട്ടേക്ക് വരില്ല. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ ആ വീട്ടിലില്ലെങ്കിൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നെന്ന്, ഞാൻ ആ വീട്ടിലില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടത്തില്ലെന്നും. ഇപ്പൊ എല്ലാം മനസ്സിലായില്ലേ? പിന്നെ എനിക്കിവിടെ സുഖസുന്ദരം, ഞാനിവിടെ എങ്ങനെയൊക്കെ ജീവിച്ചോളാം എന്നൊക്കെ അങ്ങ് കയറി പറഞ്ഞപ്പോഴത്തേക്കും, അല്ല ചന്ദ്രൻ, നിനക്കിവിടെ സുഖമാണോ? പിന്നെ എനിക്കിവിടെ സുഖമാ, ഞാൻ നല്ലപോലെ വണ്ണം വെച്ചൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ, അങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടേ. സോറി, അങ്ങനെയല്ല കേട്ടോ, നമ്മുടെ ഭാമ കടയിലേക്കൊക്കെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, പിന്നെ ഫുഡൊക്കെ കഴിച്ച് നീ ഇവിടെ സുഖസുന്ദരമായിട്ട് ജീവിക്കല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, ഞാൻ ഫുഡൊന്നും കഴിക്കുന്നൊന്നുമില്ല, ഞാൻ അങ്ങനെ ഫുഡൊന്നും ഒത്തിരി ഒന്നും കഴിക്കാറൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, എന്ത് പറ്റി, നീ ഡയറ്റ് ആണോ, നീ ഫുഡ് കഴിക്കാത്തതെന്നൊക്കെ ചോദിക്കുകയാണ്. പറഞ്ഞു, ഡയറ്റ് ഒന്നുമല്ല, സമാധാനം ഉണ്ടെങ്കിൽ അല്ല കഴിക്കാൻ പറ്റത്തുള്ളേ, നിനക്ക് സമാധാനം ഇല്ല, എന്താ നിനക്ക് സമാധാനം ഇല്ലാത്തത്, നിന്നെ ആരും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതല്ലോ, നീ സ്വന്തമായിട്ട് പോകുന്നതല്ലേ എന്ന് വെച്ചപ്പോഴത്തേക്ക്, എന്റെ പൊന്നു രവിയേട്ടൻ ഇപ്പൊ എന്താ വേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ അവനെ പോലീസ് പിടിച്ചോണ്ട് പോയില്ലേ, അവനെ പോലീസ് പിടിച്ചോ ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു കാര്യം പറയട്ടെ, നീ അത് കേക്ക് ചന്ദ്രൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, കേക്കാം രവിയേട്ടൻ എന്താന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞപ്പോ രവി പറഞ്ഞു, അത് പിന്നെ ചന്ദ്രേ, നീ അവന്റെ പ്രായം ഒന്ന് നോക്കണം, അതുപോലെ അവന്റെ ഭാവി, അവന്റെ കാര്യങ്ങളൊക്കെ നീ ഒന്ന് ചിന്തിച്ചു നോക്ക. അവനെ എങ്ങനെയെങ്കിലും നമുക്ക് എന്താ പറയാ, നിന്റെ മകന്റെ കെട്ടിയോളുടെ അനിയനല്ലേ, ആ ഒരു നിലയ്ക്കെങ്കിലും നമുക്ക് അവനെ അങ്ങനെ പിടിച്ചു വെക്കുന്നത് ശരിയല്ലല്ലോ, നാട്ടുകാരെന്ത് വിചാരിക്കും, അങ്ങനെയെങ്കിലും നീ ഓർക്കണ്ടെന്ന് പറഞ്ഞപ്പം, ഓഹോ അവൾക്ക് വക്കാലത്തുമായിട്ടായിരിക്കുമല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, ഞാൻ അവനെ ഇറക്കത്തില്ല, അവൻ എന്റെ പൈസ മോഷ്ടിച്ചോണ്ട് പോയവനാണ്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും അവനെ ഇറക്കാൻ പോകുന്നില്ല എന്നിട്ട്, എടി നിന്റെ പൈസ കൊണ്ടുപോയെങ്കിൽ ഇപ്പൊ എന്താ, നിന്റെ പൈസ തന്നല്ലോ, അവൻ പൈസ സച്ചിയല്ലേ നിന്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ചത്, അവനൊരു തെറ്റുപറ്റിപ്പോയി, നമ്മളൊക്കെ അല്ലേ ക്ഷമിക്കണ്ടേ, എടി നിന്റെ മരുമകളുടെ അനിയനല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്റെ പൊന്നു രവിയേട്ടാ അങ്ങനെ ഞാൻ സമ്മതിക്കത്തില്ല, പിന്നെ വേണമെങ്കിൽ ഞാൻ സമ്മതിക്കാം, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന്. ഒരു കണ്ടീഷനോ, അതെന്താ? അത് വേറെ ഒന്നുമല്ല, ഞാന് വേണമെങ്കിൽ പരാതി ഇല്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി ഒപ്പിട്ടൊക്കെ കൊടുക്കാം, പക്ഷെ ഒരു കാര്യം, രേവതി ആ വീട്ടിൽ ഇനി താമസിക്കാൻ പാടില്ലെന്ന്. അപ്പം പറഞ്ഞു രവീന്ദ്രൻ പറഞ്ഞു, അതെന്താ ചന്ദ്രൻ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിന്റെ മകന്റെ ഭാര്യയല്ലേ, അവരുടെ ജീവിതവും ഭാവിയൊക്കെ ഓർക്കണ്ടെന്ന് പറയുമ്പോ, എല്ലാവരുടെയും ജീവിതം ഭാവിയൊന്നും ഒരുമിച്ച് ഓർക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല, മാത്രമല്ല അവളെ ആ വീട്ടിൽ താമസിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മറ്റു 2 മരുമകളുണ്ടല്ലോ, സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല, അവരുടെ വീട്ടിൽ നിന്ന് പ്രഷർ ഉണ്ടാകും, അവരുടെ വീട്ടിൽ നിന്ന് പറയും, ഇങ്ങനെ കള്ളനും കള്ളിയൊക്കെ താമസിക്കുന്ന വീട്ടിൽ താമസിപ്പിക്കണ്ടെന്ന്. ഈ പറയുന്ന രേവതിയുടെ അനിയൻ കള്ളനാണെങ്കിലേ ഇവള് പേരും കള്ളിയാ, അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല, എന്റെ 2 മരുമക്കളെയും വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറയുമ്പോ, അല്ലെങ്കിലും പണ്ട് മുതലേ നീ ഇങ്ങനെയാ, നീ മക്കളെ എല്ലാം വേർതിരിച്ചാണല്ലോ കാണുന്നത്, എന്റെ പൊന്നു ചന്ദ്രൻ നീ അതൊക്കെ അങ്ങ് വിട്, അവളല്ലല്ലോ മോഷ്ടിച്ചിരിക്കുന്നത്, അവളുടെ അനിയനല്ലേ, നീ അത് കണക്കാക്ക്, അവൾ ഒരിക്കലും മോഷ്ടിക്കില്ല. നിനക്കറിയില്ല, രേവതി വന്നേ പിന്നെ അല്ലേടി ആ വീട് ഒരു വീടായത്, അതിനു മുമ്പ് അതൊരു വീടായിരുന്നു, ഈ രേവതി വന്നേ പിന്നെ അല്ലേടി നിനക്ക് 2 മരുമക്കളെയും കൂടെ കിട്ടിയത്, അത് അവളുടെ ഐശ്വര്യമാടി, അങ്ങനെയെങ്കിലും ചിന്തിക്കാൻ പറഞ്ഞപ്പോ, പറ്റില്ല, ഞാൻ പറഞ്ഞല്ലോ രേവതി ആ വീട്ടിൽ നിന്ന് പോയ ഉറപ്പാന്ന് പറയുമ്പോഴത്തേക്ക്, അപ്പൊ സച്ചി എന്ത് ചെയ്യും, രേവതി പോയ സച്ചി എന്ത് ചെയ്യും, സച്ചിയും പോണം, രേവതിനെ ഇഷ്ടമാണ്, രേവതിയുടെ കൂടെ താമസിക്കണം എന്നുണ്ടെങ്കിൽ സച്ചിയും പൊക്കോട്ടെ, ഒരു കുഴപ്പമില്ല, അവനും പൊക്കോട്ടെ എന്ന് പറഞ്ഞപ്പോ, അല്ലെങ്കിൽ നിനക്ക് അങ്ങനെയാണല്ലോ, പണ്ട് മുതലേ നിനക്ക് സച്ചിനെ കാണത്തില്ലല്ലോ, എടി എനിക്ക് എന്റെ മക്കളെല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്നതാണ് എനിക്ക് താല്പര്യം, എടി അങ്ങനെ കരുതരി, അല്ലാതെ നമ്മൾ ഇങ്ങനെ അലമ്പിട്ട് ഈ വയസ്സാം കാലത്ത് എന്തിനാ വെറുതെ മക്കളുമായിട്ട് ഗുസ്തി പിടിക്കുന്നത്, പ്രായമായില്ലേ, ഇത്രയും പ്രായമായില്ലേ, നിനക്ക് ഇത്രയും പ്രായമായില്ലേ, ഇനിയെങ്കിലും ഒന്ന് അടങ്ങടി, നീ അടങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്റെ പൊന്ന് രവിയേട്ടൻ, ഞാൻ പറഞ്ഞു രവിയേട്ടൻ ഇതിനായി ഇങ്ങോട്ട് കയറി വന്നിരുന്നെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു,
എങ്കിൽ ഞാൻ ഈ പടി ഞാൻ കരുതത്തില്ലായിരുന്നു. ഞാൻ ഓർത്തു നിങ്ങളുടെ മനസ്സ് മാറി എന്നെ വിളിക്കാനായിട്ട് വന്നതാണെന്നാണ്. ഞാൻ മനസ്സ് മാറിയെന്ന് പറയുമ്പോൾ അല്ല മനസ്സ് മാറിയതാന്ന് ഓർത്ത ഇരുതാന്ന് പറയുമ്പോഴത്തേക്കും അതെ ഇതൊരു അസുഖമാ ചന്ദ്ര. ഈ അസുഖം ഉണ്ടല്ലോ നിന്നെ ഈ അസുഖം ഇനി ഒരിക്കലും നിന്നെ വിട്ട് പോകാൻ പോകുന്നില്ല. നീ വ്യാപിച്ചിരിക്കുക, നിന്റെ ഞരമ്പുകളിലും സിരകളിലൊക്കെ വ്യാപിച്ചിരിക്കുക ഈ അസുഖം മാറത്തില്ല. അതുകൊണ്ട് നിന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലെന്ന് എനിക്കറിയാം. ഈ അസുഖത്തിന് ചികിത്സയില്ല. ഏതായാലും നിന്റെ തീരുമാനം ഇതാണല്ലോ, തീരുമാനം മാറ്റമില്ലല്ലോ, എങ്കിൽ ഞാൻ പോവാന്ന് പറഞ്ഞ് രവീന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇനിയിപ്പോ എന്തായി തീരും എങ്ങനെയായി തീരും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഏകദേശം ഈ ഭാഗമൊക്കെ കാണിച്ചിട്ടായിരിക്കും നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇതിന്റെ മുന്നോട്ട് ഞാൻ പറയുന്നില്ല, കാരണം 2ഓ 3ഓ സീനോ ഇപ്പൊ നമുക്ക് കിട്ടാറുള്ളൂ, വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് 2ഓ 3ഓ സീനേ കിട്ടാറുള്ളൂ നാളെ. അപ്പൊ ഇത് തന്നെയൊക്കെ ആയിരിക്കും ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പം നാളത്തെ പ്രമോ വിശേഷമായിട്ട് നമുക്ക് വൈകിട്ട് കാണാം. പിന്നെ നാളത്തെ ഫുൾ വിശേഷമായിട്ട് രാവിലെ ഒരു 7:30 7:45 8 മണിക്കൊക്കെ ഉള്ളിലൊക്കെ കാണാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.